ഹലോ, വെൽക്കം ടു കിങ്ഡം ലൈഫ്. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് നമ്മളുടെ ദിനം പ്രതിയുള്ള നമ്മളുടെ സംസാരത്തെക്കുറിച്ച് അല്ലെങ്കിൽ നമ്മളുടെ വാക്കുകളെക്കുറിച്ചാണ് ഇന്നത്തെ കിങ്ഡം ലൈഫിൽ നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. എന്താണ് നമ്മുടെ ഡെയിലി ലൈഫിലുള്ള നമ്മളുടെ വർത്താനം അല്ലെങ്കിൽ നമ്മളുടെ വാക്കുകൾ, ഏത് രീതിയിലുള്ള വാക്കുകളാണ് നമ്മുടെ ദിനം പ്രതിയുള്ള നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മുടെ വാക്കുകളുടെ ശൈലി എങ്ങനെയാണ്? അത് ദൈവത്തിൻ്റെ വചനപ്രകാരമാണോ നമ്മുടെ വാക്കുകൾ, അല്ലെങ്കിൽ ഈ ലോകത്തിൻ്റെ വാക്കുകളാണോ നമ്മളുടെ വായിൽ നിന്ന് വരുന്നത്? ഇതാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുന്ന വിഷയം. നമ്മൾക്ക് ഏത് രീതിയിലുള്ള വാക്കുകൾ വേണമെങ്കിലും ഉപയോഗിക്കാം. ദൈവത്തിൻ്റെ വചനത്തിന് അനുകൂലമായിട്ടുള്ള വാക്കുകൾ ഉപയോഗിക്കാം ആസ് എ ക്രിസ്ത്യൻ, അല്ലെങ്കിൽ ആസ് എ ഫോളോവർ ഓഫ് ക്രൈസ്റ്റ്, അല്ലെങ്കിൽ അതിന് വിരോധമായിട്ടുള്ള വാക്കുകൾ നമ്മളുടെ വായിൽ നിന്ന് വരാം. ഇത് നമ്മുടെ ചോയ്സ് ആണ്. ദൈവത്തിൻ്റെ വചനം പറയുന്നു, Proverbs 18:21 says, "Death and life are in the power of tongue, and they that love it shall eat the fruit thereof." Proverbs 18:21 ഇതിൽ പറയുന്നു, മരണവും ജീവനും നാവിൻ്റെ അധികാരത്തിലിരിക്കുന്നു, അതിൽ ഇഷ്ടപ്പെടുന്നവർ അതിൻ്റെ ഫലം അനുഭവിക്കും. എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ചോയ്സ് ആണ്. അതിനെ ഇഷ്ടപ്പെടുന്നവർ അതിൻ്റെ ഫലം അനുഭവിക്കും. ജീവനും മരണവും ഞാൻ നിന്റെ നാവിൽ വെച്ചിരിക്കുന്നു. നമ്മൾക്ക് ഓരോ ദിവസവും നമ്മൾക്ക് തിരഞ്ഞെടുക്കാനുള്ള അവസരം ദൈവം നമ്മളുടെ നാവിൽ വെച്ചിരിക്കുന്നു. നമുക്ക് ജീവൻ തിരഞ്ഞെടുക്കാം, നമ്മൾക്ക് മരണം തിരഞ്ഞെടുക്കാം. നമ്മൾ ജീവൻ തിരഞ്ഞെടുത്താൽ, ജീവന്റെ വാക്കുകൾ ഉപയോഗിക്കാൻ നമ്മൾ തിരഞ്ഞെടുത്താൽ, ജീവൻ അതിൻ്റെ ഫലം നമ്മൾ തിന്നും, ജീവൻ നമ്മൾക്ക് ലഭിക്കും. നമ്മൾ മരണത്തിൻ്റെ വാക്കുകൾ സംസാരിക്കാൻ നമ്മൾ തിരഞ്ഞെടുത്താൽ അതിൻ്റെ ഫലം നമ്മൾ തിന്നും. ഇറ്റ്സ് ഓൾ ഡിപ്പെൻഡ്സ് ഓൺ അവർ ചോയ്സ്. നമ്മൾ എന്ത് തീരുമാനമെടുക്കുന്നോ, നമ്മൾ എന്ത് വാക്കുകൾ നമ്മൾ ഉപയോഗിക്കുന്നോ, അതിൻ്റെ ഫലം നമ്മൾ തിന്നും. നമ്മൾ പലപ്പോഴും നമ്മൾ ചിന്തിക്കാറില്ല. നമ്മൾ ആ ഒരു ഫ്ലോയിൽ എന്താണോ നമ്മുടെ വായിൽ വരുന്നത് അതങ്ങ് നമ്മൾ സംസാരിക്കാറാണ് പതിവ്. പക്ഷെ ഇൻറ്റൻഷനലി നമ്മൾ ചിന്തിക്കാറില്ല എന്ത് വാക്കുകളാണ് നമ്മുടെ വായിൽ നിന്ന്, അല്ലെങ്കിൽ ഇത് ഉചിതമായിട്ടുള്ളൊരു വാക്കാണോ, അല്ലെങ്കിൽ ഇത് നമുക്ക് സംസാരിക്കാൻ പാടുള്ളതാണോ എന്ന് നമ്മൾ പലപ്പോഴും ചിന്തിക്കാറില്ല. ആൻഡ് ദെയർ ലൈസ് ഓൾ ദി പ്രോബ്ലംസ്. അവിടെയാണ് സകല പ്രശ്നങ്ങളും ഒളിഞ്ഞിരിക്കുന്നത്. വി ഡോണ്ട് സ്പീക്ക് ഇൻറ്റൻഷനലി. നമ്മൾ ആലോചിച്ച് കെയർഫുള്ളായിട്ട് സംസാരിക്കാറില്ല. പലപ്പോഴും നമ്മൾക്കൊരു ബാഡ് ഡോക്ടേഴ്സ് റിപ്പോർട്ട് ലഭിക്കുകയാണെങ്കിൽ ഡോക്ടർ പറയും, അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് റിപ്പോർട്ടാണെങ്കിൽ, നിങ്ങൾക്ക് ഇത്രയേ ഉള്ളൂ ലൈഫ്, അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു ഈ രോഗം നിങ്ങളെ കാർന്ന് തിന്നുകൊണ്ടിരിക്കുകയാണ്, ഇതിന് നമുക്കിനി ഒന്നും ചെയ്യാനില്ല മെഡിക്കൽ സയൻസിൽ എന്ന് പറയുമ്പം നമ്മൾ പെട്ടെന്ന് പാനിക്കായിട്ട് അതിനനുകൂലമായിട്ടായിരിക്കും നമ്മൾ സംസാരിക്കുന്നത്. സ്വാഭാവികമായിട്ടും നമ്മളുടെ ഒരു റിയാക്ഷൻ അങ്ങനെയായിരിക്കും. അങ്ങനെയാണോ, അങ്ങനെയാണെങ്കിൽ എൻ്റെ ജീവിതം തീർന്നു, അല്ലെങ്കിൽ ഈ രോഗം എന്നെയും കൊണ്ടേ പോകത്തുള്ളൂ, അല്ലെങ്കിൽ ഈ രോഗത്തിൽ ഞാൻ മരിച്ചു പോകും എന്നായിരിക്കും നമ്മുടെ സ്വാഭാവികമായിട്ടുള്ള ഒരു റിയാക്ഷൻ, ഒരു റെസ്പോൺസ്. പക്ഷേ ദൈവത്തിൻ്റെ വചനം അതിനനുകൂലമായിട്ടല്ല സംസാരിക്കുന്നത്. ദൈവത്തിൻ്റെ വചനം പറയുന്നു, യു ആർ ഓൾറെഡി ഹീൽഡ്. ദൈവത്തിൻ്റെ വചനം ഞാൻ എൻ്റെ മുന്നേ ഉള്ള വീഡിയോസിൽ ഞാൻ എപ്പോഴും റിപ്പീറ്റ് ചെയ്യുന്നൊരു വചനമാണ്. യെശയ്യാ പ്രവചനം 54 നാലാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, ബൈ ഹിസ് സ്ട്രൈപ്സ് യു ആർ ഹീൽഡ്. അവൻ്റെ അടിപ്പിണരാൽ നീ സൗഖ്യം പ്രാപിച്ചിരിക്കുന്നു. അപ്പം നീ സൗഖ്യം പ്രാപിച്ചെങ്കിൽ അതിന് വിരോധമായിട്ടൊരു റിപ്പോർട്ട് നീ
നിന്റെ കയ്യിൽ ലഭിക്കുകയാണെങ്കിൽ നീ ആ റിപ്പോർട്ടിന് അനുകൂലമായിട്ട് സംസാരിക്കുമോ, അല്ലെങ്കിൽ ദൈവത്തിന്റെ വചനം എന്തു പറയുന്നു അതിനനുകൂലമായിട്ട് സംസാരിക്കുമോ? ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം പറയുന്നു, യു ദ ലൈഫ് ആൻഡ് ഡെത്ത് ഐ ഹാവ് ഗിവൺ ഇൻ യുവർ ടങ്. ജീവനും മരണവും ഞാൻ നിന്റെ നാവിൽ വെച്ചിരിക്കുന്നു. ആ റിപ്പോർട്ടിലല്ല വെച്ചിരിക്കുന്നത്, ഞാൻ നിന്റെ നാവിൽ വെച്ചിരിക്കുന്നു. നീ എന്തു പറയുന്നു അത് നിനക്ക് ലഭിക്കും, അല്ലെങ്കിൽ അതിൻ്റെ ഫലം നീ തിന്നും. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം കൊണ്ട് നിങ്ങൾ ഹൃദയത്തിൽ നിറച്ചിരിക്കുന്ന ഒരാളാണെങ്കിൽ, നിനക്കൊരു ആവശ്യം വരുമ്പോൾ, ഒരു പ്രതികൂല ഘട്ടം വരുമ്പോൾ, അല്ലെങ്കിൽ ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു കാര്യം നീ ഫേസ് ചെയ്യുമ്പോൾ, ഒരു നെഗറ്റീവ് സിറ്റുവേഷനിലൂടെ നീ കടന്നു പോകുമ്പോൾ, നിന്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ദൈവത്തിൻ്റെ വചനം നിറച്ച ഒരു വ്യക്തിയാണെങ്കിൽ, തക്ക സമയത്ത് നിനക്കത് ഉപയോഗിക്കാൻ സാധിക്കും. തക്ക സമയത്ത് നിനക്ക് ആ വചനമെടുത്ത് നിനക്ക് ഉപയോഗിക്കാൻ സാധിക്കും. നിനക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് ഒന്നെങ്കിൽ ഇങ്ങനെ റെസ്പോണ്ട് ചെയ്യാം. ഇമ്മീഡിയറ്റ് ആയിട്ട്, ഓ ഞാൻ മരിക്കാൻ പോവാണ്, അല്ലെങ്കിൽ ഇത് എന്നെ കാർന്ന് തിന്നുവാണ്, അല്ലെങ്കിൽ ഞാൻ ഇതോടുകൂടി എൻ്റെ ജീവിതം തീർന്നു. ഒരു മെഡിക്കൽ റിപ്പോർട്ടിൻ്റെ കാര്യം മാത്രമല്ല, ഏതൊരു സാഹചര്യമാണെങ്കിലും, നിന്റെ ജോലി പോകുന്ന ഒരു സാഹചര്യമാണ്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരുപാട് ബാഡ് സിറ്റുവേഷനിലൂടെ നമ്മൾ ഡെയിലി കടന്നു പോകുന്നവരാണ് നമ്മളിൽ പലരും. എന്തൊരു ദുർഘടമായിട്ടുള്ള ഒരു സാഹചര്യമാണെങ്കിലും നിന്റെ ഉള്ളിൽ ദൈവത്തിൻ്റെ വചനം ഉണ്ടെങ്കിൽ, തക്ക സമയത്ത് തക്ക വചനം ഉപയോഗിക്കാൻ പരിശുദ്ധാത്മാവ് നിന്നെ ഓർമ്മിപ്പിക്കും. നിനക്ക് ഇങ്ങനെ സംസാരിക്കാം, അല്ല ഞാൻ നിഷേധിക്കുന്നു, ഐ റെഫ്യൂസ് ടു ബിലീവ് ഇറ്റ്. ദൈവത്തിൻ്റെ വചനം പറയുന്നു, ഐ ആം ഹീൽഡ്. അത് നീ നിരന്തരമായി ചിന്തിച്ചുകൊണ്ടിരിക്കുക, അതിന് നിരന്തരമായി നീ മെഡിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ, ഈ ബാഡ് റിപ്പോർട്ട് മെഡിറ്റേറ്റ് ചെയ്യുന്നതിന് പകരം, അല്ലെങ്കിൽ ഈ രോഗം എന്താണെന്ന് ഗൂഗിളിൽ അടിച്ചു നോക്കി അത് വീണ്ടും അതിനെപ്പറ്റി കൂടുതലായി ആലോചിച്ച് അതിനെപ്പറ്റി അതിൻ്റെ സൈഡ് എഫക്ട്സ് എന്താണ്, ഈ രോഗത്തിൻ്റെ കാരണം എന്താണ്, ഇത് അങ്ങനത്തെ കാര്യങ്ങൾ കൂടുതൽ ചിന്തിച്ച് മെഡിറ്റേറ്റ് ചെയ്ത് വീണ്ടും ഓവർ തിങ്ക് ചെയ്ത് സ്ട്രെസ്ഫുൾ ആവുന്നതിന് പകരം, യു ലുക്ക് അറ്റ് ജീസസ്, യു ഫിക്സ് യുവർ ഐസ് ഓൺ ജീസസ്, യു മെഡിറ്റേറ്റ് ഓൺ ഹിസ് വേഴ്സ്, യു മെഡിറ്റേറ്റ് ഓൺ ദി വേർഡ് ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ വചനം എന്തു പറയുന്നു അത് ചിന്തിക്കുക, അതിനെ മെഡിറ്റേറ്റ് ചെയ്യുക, അതിനെപ്പറ്റി കൂടുതലായി ആഴത്തിൽ ചിന്തിക്കാൻ ശ്രമിക്കുക. ഒരു ദിവസം തുടക്കം മുതൽ അവസാനം വരെ, വെൻ യു ഡു യുവർ വർക്ക്, അല്ലെങ്കിൽ നീ വീട്ടിലായിരിക്കുമ്പോൾ വീട്ടിലെ ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ നിന്റെ പുറത്ത് നിന്റെ വർക്ക് പ്ലേസിൽ നിന്റെ ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത്, നീ കുഞ്ഞുങ്ങളെ നോക്കുന്ന സമയത്ത്, നീ വണ്ടി ഓടിക്കുന്ന സമയത്ത്, ഏതൊരു സമയത്താണെങ്കിലും യു ക്യാൻ മെഡിറ്റേറ്റ് ഓൺ ദി വേർഡ് ഓഫ് ഗോഡ്. നിനക്ക് ഈ ദൈവത്തിൻ്റെ വചനം ഒരു വചനമായിരിക്കും, ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു വചനമായിരിക്കും, ബട്ട് യു ക്യാൻ മെഡിറ്റേറ്റ്. നിനക്ക് അത് വീണ്ടും വീണ്ടും ചിന്തിച്ച് അതിനെപ്പറ്റി ആഴത്തിൽ ചിന്തിക്കാൻ സാധിക്കും. അത് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പം, ഐ എം ടെല്ലിങ് യു, വാട്ട് എവർ പ്രോബ്ലം ദറ്റ് യു ആർ ഫേസിങ്, ഇറ്റ് വിൽ ഡിമിനിഷ്. എന്തൊരു പ്രശ്നമാണോ നിന്റെ മുന്നിലുള്ളത്, അത് ചെറുതാവാൻ തുടങ്ങും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വചനം പറയുന്നു, വിത്ത് ലോങ് ലൈഫ് ഐ വിൽ സാറ്റിസ്ഫൈ യു. ഞാൻ നിന്നെ ദീർഘായുസ് കൊണ്ട് ഞാൻ നിന്നെ സംതൃപ്തിപ്പെടുത്തും എന്ന് ദൈവത്തിൻ്റെ വചനം പറയുമ്പോൾ, ഒരാൾക്കും അത് തിരിച്ച് പറയാനുള്ള അവകാശമില്ല. ഒരാൾക്കും അത് കട്ട് ഷോർട്ട് ചെയ്ത് നിനക്കൊരു ഡെഡ് ലൈൻ തീരുമാനിക്കാൻ ആർക്കും അവകാശമില്ല. ദൈവത്തിൻ്റെ വചനം പറയുന്നു, ഞാൻ നിനക്ക് ദീർഘായുസ് നൽകും. അപ്പോൾ അതിന് വിരോധമായിട്ട് എന്തെങ്കിലും നിന്റെ ജീവിതത്തിൽ സംഭവിക്കുകയാണെങ്കിൽ, യു ക്യാൻ റെഫ്യൂസ് വിത്ത് യുവർ വേർഡ്. നിനക്കത് പ്രതിരോധിക്കാൻ സാധിക്കും. എങ്ങനെ? നിന്റെ വാക്കുകൊണ്ട്. ഇല്ല, ദൈവം എനിക്ക് ദീർഘായുസ് നൽകിയിരിക്കുന്നു. ഹല്ലേലൂയ. സ്പീക്ക് ടു യുവർ മൗണ്ടൻ. ഹല്ലേലൂയ. യേശു പറഞ്ഞു, മാർക്കോസിന്റെ സുവിശേഷത്തിൽ 23-ാം അധ്യായം ആണെന്ന് തോന്നുന്നു, എനിക്ക് കൃത്യമായിട്ട് എനിക്ക് ഓർമ്മയില്ല. സ്പീക്ക് ടു യുവർ മൗണ്ടൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രേ അബൌട്ട് യുവർ മൗണ്ടൻ എന്നല്ല പറഞ്ഞത്, സ്പീക്ക് ടു യുവർ മൗണ്ടൻ. നിന്റെ മലയോട് നീ സംസാരിക്കുക. ആ മല മാറിപ്പോകേണ്ടതിന്
നീ ആ മലയോട് സംസാരിക്കുക. നിന്റെ ഉള്ളിലാണ് അധികാരം വെച്ചിരിക്കുന്നത്, നിന്റെ മേലാണ് ശക്തി വെച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. യേശു കുരിശിൽ നിനക്ക് ആ അധികാരം നേടി തന്നു കഴിഞ്ഞു. ആ കുരിശില് അവൻ പിശാചിനെ ജയിച്ചപ്പോൾ അവന്റെ മേലുണ്ടായിരുന്ന അതേ അധികാരം, യേശുവിന്റെ മേലുണ്ടായിരുന്ന അതേ അധികാരം ഇന്ന് നിനക്കാണുള്ളത്, എനിക്കാണുള്ളത്, യേശുവിനെ വിശ്വസിക്കുന്ന ഓരോരുത്തർക്കുമാണ് ഉള്ളത്. സോ യു ഹാവ് ദ റൈറ്റ് ടു സ്പീക്ക് ടു യുവർ മൗണ്ടൻ. നിനക്ക് എല്ലാ അധികാരവും ഉണ്ട് നിന്റെ മലയെ നോക്കി സംസാരിക്കാൻ. നിന്റെ പ്രതികൂലമായിട്ടൊരു സാഹചര്യം വരും, ആ സാഹചര്യത്തിനെ നോക്കി സംസാരിക്കാൻ നിനക്ക് അധികാരമുണ്ട്. ഹല്ലേലൂയ. നീ വേറെ ഒരാളുടെ പുറകെ പോയി കെഞ്ചേണ്ട ആവശ്യമില്ല, ഒരു ഡോക്ടറിന്റെ റിപ്പോർട്ടിനെ ഭയക്കേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ ഒരു കടബാധ്യതയെ ഭയക്കേണ്ട ആവശ്യമില്ല. The Lord is your shepherd. He is your rock. He is your fortress. He is your stronghold. Hallelujah. അവനാണ് നിന്റെ പാറ. ഹല്ലേലൂയ. നിനക്ക് ആശ്രയിക്കാൻ വേറെ ഒന്നുമല്ല ഉള്ളത്, നിനക്ക് ആശ്രയിക്കാൻ യേശുവാണുള്ളത്. യു ഹാവ് ദ റൈറ്റ് ടു സ്പീക്ക് ടു യുവർ മൗണ്ടൻ. നിനക്ക് നിന്റെ മലയെ നോക്കി സംസാരിക്കാനുള്ള അധികാരമുണ്ട്. ഹല്ലേലൂയ. ഞാൻ പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്, ഞാൻ എങ്ങനെ ദൈവത്തിന്റെ സന്നിധിയിൽ പോകും, ഞാനൊരു പാപിയല്ലേ, അല്ലെങ്കിൽ ഞാൻ എങ്ങനെ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് അടുത്തു പോകും, എനിക്ക് അതിനുള്ള യോഗ്യതയില്ല, ഞാനൊരു പാപിയാണ്. ഞാൻ ഒരു വചനം നിങ്ങളെ കാണിക്കാം. 2 കൊരിന്തോസ് 5-ാം അധ്യായത്തിന്റെ 21-ാം വാക്യം. 2 കൊരിന്തോസ് 5-ാം അധ്യായത്തിന്റെ 21-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, പാപം അറിയാത്തവനെ നാം അവനിൽ ദൈവത്തിന്റെ നീതി ആകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപം ആയി എന്ന് പറഞ്ഞാൽ യേശുവിനെ പറ്റി പറയാണ്, അവൻ നമുക്ക് വേണ്ടി, പാപം അറിയാത്തവനായ യേശു നമുക്ക് വേണ്ടി പാപമായി മാറി. എന്തിനു വേണ്ടിയിട്ടാ? അവനിൽ നാം ദൈവത്തിന്റെ നീതിയാകേണ്ടതിന്. So that the word clearly says, you are the righteousness of God. നിന്നെ ദൈവം വിളിക്കുന്നത് പാപിയെന്നല്ല. യേശുവിന്റെ കുരിശിന്റെ മുന്നേ വരെ അങ്ങനെയായിരുന്നു. പക്ഷേ യേശുവിന്റെ കുരിശിന് ശേഷം നീ ഒരു പാപിയല്ല. അവൻ നിന്റെ സകല പാപങ്ങളും കഴുകി നിന്നെ ശുദ്ധമായി, നിന്നെ തൂമഞ്ഞ് വെണ്മയുള്ളതാക്കി മാറ്റിയിരിക്കുന്നു. Now you are the righteousness of God in Christ. നീ ക്രിസ്തുവിൽ ദൈവത്തിന്റെ നീതിയാണ്. അതുകൊണ്ട് എന്നും ഞാൻ പാപിയാണെന്ന് പറയരുത്. അത് വചന വിരുദ്ധമാണ്. നീ വചനം എന്ത് പറയുന്നു അതിന് വിരോധമായിട്ടാണ് നീ സംസാരിക്കുന്നത്. നീ പാപിയല്ല. യു ആർ ദി റൈച്ചസ്നെസ് ഓഫ് ഗോഡ്. നീ ദൈവത്തിന്റെ നീതിയാണ് എന്ന് വചനം പറയുന്നു. അതുകൊണ്ട് അത് നീ ക്ലെയിം ചെയ്യണം. ദൈവസന്നിധിയിൽ പോകുവാനുള്ള എല്ലാ അവകാശവും നിനക്കുണ്ട്. ആ ഒരു ബോധ്യം നമ്മൾക്ക് വേണം. ദൈവസന്നിധിയിൽ പോകുമ്പോഴത്തേക്കും പറയണം, ലോർഡ്, ഇൻ ക്രൈസ്റ്റ് ഐ എം യുവർ റൈച്ചസ്നെസ്. എൻ്റെ പെർഫോമൻസ് കൊണ്ടല്ല, എൻ്റെ മിടുക്ക് കൊണ്ടല്ല ഞാൻ ദൈവത്തിൻ്റെ നീതിയായത്. ബിക്കോസ് ഓഫ് വാട്ട് ഹി ഹാസ് ഡൺ ഓൺ ദി ക്രോസ്. യേശു കുരിശിൽ എന്ത് ചെയ്തു വെച്ചോ അതുകൊണ്ട് മാത്രം ഞാൻ ദൈവത്തിൻ്റെ നീതിയാണ്. അതുകൊണ്ട് എനിക്ക് ദൈവത്തിന്റെ സന്നിധിയിൽ ധൈര്യപൂർവ്വം കടന്നു വരാം. ഹെബ്രായർ 4:16 വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, ഹെബ്രായർ 4:16, അതുകൊണ്ട് കരുണ ലഭിപ്പാനും തൽസമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിലേക്ക് ചെല്ലുക. ധൈര്യത്തോടെ യു ക്യാൻ ഗോ ഇൻ ബോൾഡ്നെസ് ടു ദ മേഴ്സി സീറ്റ്. ദൈവത്തിന്റെ സിംഹാസനത്തിലേക്ക് നിനക്ക് ധൈര്യത്തോടെ പോകാം. എന്തുകൊണ്ട്? യേശു നമ്മളുടെ വലിയ പുരോഹിതൻ നമുക്ക് വേണ്ടി ഓൾറെഡി കടന്നു പോയിരിക്കുന്നു. ചെയ്യേണ്ടതെല്ലാം ചെയ്ത് ഒരു പെർഫെക്റ്റ് സാക്രിഫൈസ് നമ്മൾക്ക് വേണ്ടി ചെയ്ത് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് കടന്നു പോയത് കൊണ്ട് ഇനി നമ്മൾക്ക് സകലർക്കും ധൈര്യത്തോടെ ദൈവത്തിന്റെ സന്നിധിയിൽ പോകാം. ദൂരെ മാറി നിൽക്കേണ്ട ആവശ്യമില്ല. യു ആർ ദ റൈച്ചസ്നെസ് ഓഫ് ഗോഡ്. നീ ദൈവത്തിന്റെ നീതിയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് നീ ദൈവം എങ്ങനെ സംസാരിക്കുന്നോ അതുപോലെ തന്നെ വേണം നീ സംസാരിക്കാൻ. ദൈവം ഒരിക്കലും പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ചു കഴിഞ്ഞ് ദൈവം പറഞ്ഞു ഇത് നല്ലത്, ഇറ്റ് ഈസ് ഗുഡ്. ഹല്ലേലൂയ. അല്ലെങ്കിൽ ഇത് മോശമാണ്, അല്ലെങ്കിൽ ഇത് കുറവുള്ളതാണെന്നൊന്നും അല്ല പറഞ്ഞത്. ഹി സെഡ് ഇറ്റ്സ് ഗുഡ്. ദൈവം എങ്ങനെ സംസാരിക്കുന്നുവോ അതുപോലെ തന്നെ വേണം നീ സംസാരിക്കാൻ.
വെൻ യു ഫേസ് എ പ്രോബ്ലം യു സേ ഇതല്ല ഇതിൻ്റെ എൻഡ്, ഈ ഒരു പ്രോബ്ലത്തിൻ്റെ എൻഡ് ഇങ്ങനെയല്ല, ഇറ്റ് വിൽ ബി എ ഗുഡ് എൻഡ്, അതൊരു നല്ല നന്മയുള്ള എൻഡ് ആയിരിക്കും എന്ന് നീ വാഗൊണ്ട് പറയണം. സി, എൻ്റെ ഒരു പേഴ്സണൽ ടെസ്റ്റിമണി ഞാൻ പറയാം. എൻ്റെ ഡെലിവറിയുടെ സമയത്ത് ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഉള്ള ഡെലിവറി ആയിരുന്നു എൻ്റെ. എന്ന് വെച്ചാൽ ത്രൂ ഔട്ട് ദി 8-month പീരിയഡ് ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നു. അപ്പം ഏറ്റവും അവസാനം ഡോക്ടർ പറഞ്ഞു നോർമൽ ഡെലിവറി ആയിരിക്കത്തില്ല, സിസേറിയൻ ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞു. അപ്പം എനിക്ക് പണ്ട് മുതലേ നോർമൽ ഡെലിവറി ആയിരിക്കണം എന്ന് തുടക്കം മുതലേ എൻ്റെ ഉള്ളിൽ എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം എൻ്റെ മമ്മി എൻ്റെ അടുത്ത് പറഞ്ഞു, സി, പുറപ്പാട് പുസ്തകത്തിൻ്റെ 1-ാം അധ്യായത്തിൽ 19-ാം വാക്യമാണെന്ന് തോന്നുന്നു, ഇങ്ങനെ അവിടെ ഒരു വചനമുണ്ട്. ഹെബ്രായ സ്ത്രീകൾ എന്നും അവർ ഭയങ്കര ലൈവ്ലി ആൻഡ് ആക്റ്റീവ് ആയിരുന്നു. അതുകൊണ്ട് സൂതികർമ്മികൾ അവരുടെ അടുത്ത് വരുന്നതിന് മുന്നേ അവരെ സഹായിക്കാൻ വരുന്നതിന് മുന്നേ തന്നെ ഇവർ പ്രസവിക്കുമായിരുന്നു. അപ്പം അങ്ങനെ ഒരു വചനമുണ്ട് 1:19 ഇങ്ങനെ പറയും, സൂതികർമ്മികൾ വരുന്നത് മുന്നേ അവർ ലൈവ്ലി ആയതുകൊണ്ട്, ഹെബ്രായ സ്ത്രീകൾ ലൈവ്ലി ആയിരുന്നുകൊണ്ട് അവർ പ്രസവിക്കും. സോ വരുന്നതിന് മുന്നേ തന്നെ അവർ പ്രസവിക്കും. അപ്പം ഈ ഒരു വചനം, അപ്പം ഞാൻ മമ്മീനോട് പറഞ്ഞു എനിക്ക് നോർമൽ ഡെലിവറി വേണം, എനിക്ക് സിസേറിയൻ, എനിക്ക് എന്ന് വെച്ചാൽ സിസേറിയൻ മോശമാണെന്നോ ഒന്നും അല്ല പറയുന്നത്, എൻ്റെ ഒരു പേഴ്സണൽ ഇത് വെച്ചിട്ട് എനിക്ക് നോർമൽ ഡെലിവറി വേണം എന്ന് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം മമ്മീൻ്റെ അടുത്ത് പറഞ്ഞു ഇങ്ങനൊരു വചനമുണ്ട്, ഈ വചനം നീ മെഡിറ്റേറ്റ് ചെയ്യും. അപ്പം ഈ 8 മാസത്തോളം ഞാൻ ചിന്തിക്കാൻ തുടങ്ങി. സി, ഹെബ്രായ സ്ത്രീകൾ വാസ് ലൈവ്ലി, they were active, so they used to give birth very quickly, they used to give birth easily. അവർ വേഗം ഡെലിവറി ചെയ്യുമായിരുന്നു, ഒരു വേഗം പ്രസവിക്കുമായിരുന്നു എന്ന് ഞാൻ ഇത് ചിന്തിക്കാൻ തുടങ്ങി. 8 month കഴിഞ്ഞ് എനിക്ക് ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നു. ബേബിക്ക് വെയിറ്റ് ഭയങ്കരമായിട്ട് കൂടി. അപ്പം നോർമൽ ഡെലിവറി നടക്കാൻ ഒരു ചാൻസും ഇല്ലായിരുന്നു. അപ്പം പ്രസവത്തിൻ്റെ 2-3 ദിവസം, 2 ദിവസം മുന്നേ അവസാനത്തെ സ്കാൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഡോക്ടർ എൻ്റെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു, ഇത് നടക്കത്തില്ല, സിസേറിയൻ ആയിരിക്കും, മിക്കവാറും സിസേറിയൻ ആയിരിക്കും, ഞങ്ങൾ എന്നാലും മാക്സിമം ശ്രമിക്കാം എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ വായിൽ, എൻ്റെ ഉള്ളിൽ ഈ വചനം ഇങ്ങനെ ഉള്ളത് കൊണ്ടിട്ട് എൻ്റെ വായിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ഞാൻ പറഞ്ഞു, ഇല്ല, ഞാൻ പ്രസവിക്കും എന്ന് പറഞ്ഞു. ഞാൻ ആ ഡോക്ടറിനെ ഡോക്ടറിനെ ഞാൻ എതിർത്ത് സംസാരിക്കുകയോ അങ്ങനെയൊന്നുമല്ല. പക്ഷെ എൻ്റെ ഉള്ളിൽ ആ വചനം ഉണ്ടായിരുന്നു കൊണ്ടിട്ട് തക്ക സമയത്ത് ആ ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു വാക്ക് ഇങ്ങോട്ട് വന്നപ്പോൾ ഞാൻ തിരിച്ച് നോ, അത് ഞാൻ ആക്സെപ്റ്റ് ചെയ്തില്ല, ഞാൻ പ്രസവിക്കും എന്ന് പറഞ്ഞു. അത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ഡെലിവറിക്ക് പോയി കഴിഞ്ഞപ്പം എങ്ങനെയാണോ ആ ഹെബ്രായ സ്ത്രീകൾ പ്രസവിക്കുന്നത് അതുപോലെ തന്നെ ബേബിക്ക് ഒരു 4.5 കിലോ ഉണ്ടായിരുന്നു. 4.5 കിലോ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, അത് വെച്ചൊരു നോർമൽ ഡെലിവറി എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് ഇമ്പോസിബിൾ ആണ്. പക്ഷേ ഭയങ്കര ക്വിക്കായിട്ട്, ഭയങ്കര വേഗത്തിലുള്ള ഒരു ഡെലിവറി. എങ്ങനെയാണോ ഞാൻ ആ വചനം എങ്ങനെയാണോ എനിക്ക് മനസ്സിലായത്, അതുപോലെ തന്നെയായിരുന്നു എൻ്റെ ഒരു ഡെലിവറി. സോ ഡോക്ടർ എന്ത് പറയുന്നു, അല്ലെങ്കിൽ ഈ ലോകത്തിൻ്റെ റിപ്പോർട്ടുകൾ എന്ത് പറയുന്നു, അതൊന്നും ഒരു വിഷയമല്ല. നീ എന്ത് പറയുന്നു, നീ എന്ത് നിന്റെ വായിൽ കൂടെ വരുന്നു, അതാണ് വിഷയം. അതാണ് സംഭവിക്കാൻ പോകുന്നത്. നിന്റെ മൈൻഡിൽ നീ എന്താണ് ചിന്തിച്ചു കൂട്ടുന്നത്, അതാണ് നിന്റെ വായിലൂടെ പുറത്തു വരുന്നത്. നിന്റെ മൈൻഡിൽ നീ വചനമാണ് നിറച്ചു വെച്ചിരിക്കുന്നതെങ്കിൽ തക്ക സമയത്ത് പരിശുദ്ധാത്മാവ് നിന്റെ വായിൽ കൂടെ ആ വചനം പുറത്തു കൊണ്ടുവരും. അത് തന്നെ സംഭവിക്കുകയും ചെയ്യും. So choose to speak life every day. Choose to meditate on the word of God every day. ഈ വചനത്താൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.